പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. തേജസ്കരണ ശേഷമുള്ള 6-ാം ഞായർ, സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 47-ാമത്തെ എപ്പിസോഡ്. പ്രിയ വൈദിക സഹോദരരെ, സഹോദരന്മാരെ, നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കുവാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എല്ലാ ദിവസവും അവൻ ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവ് മലയിൽ വിശ്രമിച്ചു. അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദൈവാലയത്തിൽ അവൻ്റെ അടുത്തു വന്നിരുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാറയ്ക്കുന്നു. വല്ലപ്പോഴും നാം ഓർക്കുന്നത് നന്ന്, ഇത് ഒരു സുവിശേഷ പ്രസംഗമല്ല, പ്രസംഗം ഒരുങ്ങുന്നവർക്ക് ഉള്ള ഒരു സഹായം മാത്രം. ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ടെക്സ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. അതിനാൽ പ്രസംഗം എന്നതിനേക്കാൾ ക്ലാസിൻ്റെ ശൈലിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സെപ്റ്റംബർ 14 സ്ലീബ പെരുന്നാളാണ് എന്ന് നമുക്കറിയാം. സ്ലീബ പെരുന്നാൾ മുതലുള്ള കാലം നമ്മുടെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ അനുസ്മരിക്കുന്നു. നാം മത്തായി 24:30 വായിക്കുന്നു, അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുകയും ചെയ്യും. എന്താണ് മനുഷ്യപുത്രൻ്റെ അടയാളം? നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ എല്ലാ പിതാക്കന്മാരും സംശയലേശമെന്നേ പറയുന്നു. അത് കർത്താവിൻ്റെ മഹത്വപൂർണമായ കുരിശാണ് അവസാനത്തെ ദിനങ്ങളിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവ് എന്തിനാണ് 2ാമത് വരുന്നത്? ലോകത്തെ ന്യായം വിധിച്ച് തൻ്റെ രാജ്യം അന്തിമമായി സ്ഥാപിക്കുവാൻ. ഇന്നത്തെ വായനയുടെ തൊട്ടു മുമ്പുള്ള 2 വേദഭാഗങ്ങൾ, ഒന്ന് ജെറുസലേമിൻ്റെ നാശവും 2 മനുഷ്യപുത്രൻ്റെ ആഗമനവുമാണ്. കർത്താവ് പറഞ്ഞു, സൈന്യം ജെറുസലേം വളയുന്നത് കാണുമ്പോൾ ആ പട്ടണത്തിൻ്റെ നാശം അടുത്തു എന്ന് ഗ്രഹിക്കുക. പട്ടണത്തിലുള്ളവർ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് തുടങ്ങുന്ന ആ വേദഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ AD 68 റോമാക്കാരുടെ സൈന്യം ജെറൂസലത്തിന് ചുറ്റും വളയുകയും ഒരു മനുഷ്യനെ അകത്തോട്ടോ പുറത്തോട്ടോ കടത്തി വിടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്തു.
ജെറുസലേം പട്ടണം 2500 അടി ഉയരമുള്ള മലയുടെ മുകളിലുള്ള ഒരു കൊച്ചു സ്ഥലമാണ്. എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നാലേ അവിടെ ഭക്ഷണം, അതുപോലെ വെള്ളം തന്നെ താഴ്വരയിൽ നിന്ന് കോരിക്കൊണ്ടുവന്നാലേ അവിടെ വെള്ളമുള്ളൂ. അതിനാൽ ഈ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം നിമിത്തം മനുഷ്യർ മരിക്കുകയും മരിച്ചവരെ ജീവിക്കുന്നവർ ഭക്ഷിക്കുകയും ചെയ്തതായിട്ട് ജോസേഫൂസിൻ്റെ ചരിത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അത് നമുക്കിന്ന് കേൾക്കുമ്പോൾ അറപ്പ് തോന്നുമെങ്കിലും അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമുക്കറിയാം. ജെറുസലേമിൻ്റെ നാശം എന്ന് പറയുമ്പോൾ യഹൂദ ജനതയുടെ നാശമാണ്. കാരണം യഹൂദ ജനതയുടെ ഒരു രാഷ്ട്രീയ തലസ്ഥാനം മാത്രമല്ല, അവരുടെ മതത്തിൻ്റെ ആസ്ഥാനം കൂടി ജെറുസലേമായിരുന്നു. കാരണം ഹോസിയ രാജാവിൻ്റെ കാലത്ത് പല സ്ഥലങ്ങളിലുണ്ടായിരുന്ന ഷ്രൈൻസ്, ചെറിയ ആരാധനാലയങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് ഒരു ജനത്തിന് ഒരു ദൈവാലയം മതി, അതുകൊണ്ട് സർവരും ജെറുസലേമിൽ വന്ന് ആരാധിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്താൽ മതി എന്ന് അദ്ദേഹം കൽപ്പിച്ചു. അങ്ങനെ ഈ ജനത്തിൻ്റെ രാഷ്ട്രീയവും മതപരവുമായ കേന്ദ്രം ജെറുസലേം ആയിരുന്നത് കാരണം ജെറുസലേമിൻ്റെ നാശം എന്ന് പറഞ്ഞാൽ യഹൂദ ജനതയുടെ നാശം തന്നെയായിരുന്നു. ജെറുസലേമിൻ്റെ മതിലുകൾ പുതുക്കി പണിയണമേ എന്നുള്ളൊരു പ്രാർത്ഥന 51 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ജെറുസലേമിൻ്റെ മതിലുകൾ പുതുക്കി പണിയുക എന്ന് പറഞ്ഞാൽ ജനതയെ പുനരുദ്ധരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. കർത്താവ് ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ 3 ഇമ്പരറ്റീവ്സ്, 3 ആജ്ഞകൾ നൽകുന്നുണ്ട്. ബി കെയർഫുൾ, ബി വാച്ച്ഫുൾ, ബി പ്രേയർഫുൾ. സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് സുഖലോലുപത. ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെയല്ല അർത്ഥം വരുന്നത്, ഡിസിപ്പേഷൻ എന്നുള്ള അർത്ഥമാണ്. ഒരു കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക, സർവ്വസമയവും അവൻ വേറെ ലോകത്തായിരിക്കുക, അപ്പോൾ ദാറ്റ് ബോയ് ഈസ് ഡിസിപ്പേറ്റഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ശ്രദ്ധ പതറുക, ഡ്രങ്കൺനെസ്, മദ്യാസക്തി, അതുപോലെ അനുദിന ജീവിതത്തിൻ്റെ വ്യഗ്രത, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പതറിക്കുവാനുള്ള സാധ്യതയുണ്ട്. യുവർ മൈൻഡ് ഓർ യുവർ ഹാർട്ട് വിൽ ബി ഡൾഡ്. അങ്ങനെ ഹൃദയം ഡള്ളായി കഴിഞ്ഞാൽ എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഇവിടെ കർത്താവ് പറയുന്നു യുവർ ഹാർട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ, നമ്മളിന്ന് ഹൃദയം വരച്ച് കാണിക്കുമ്പോൾ അതൊരു നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഒരു പ്രതീകമായി നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം സ്നേഹത്തിൻ്റെ ഒരു കേന്ദ്രം മാത്രമല്ല, അറിവിൻ്റെ കേന്ദ്രം കൂടിയാണ്. ഹൃദയത്തിലൂടെയാണ് മനുഷ്യൻ മനസ്സിലാക്കുക. അത് യഹൂദർക്ക് മാത്രമുള്ള ഒരു കൺസെപ്റ്റാണ്. ഗ്രീക്കുകാരും ഇന്ത്യക്കാരും ഒക്കെ വേറെ രീതിയിലായിരിക്കും മനസ്സിലാക്കുക. എങ്കിലും ബൈബിളിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതും ദൈവത്തെ അറിയുക എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതിനാൽ നിൻ്റെ അറിവ്, നിൻ്റെ സ്നേഹം, നിൻ്റെ വിശ്വസ്തത, ഇതിൻ്റെ മുഴുവൻ കേന്ദ്രമായ നിൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. കാരണം യു ക്യാൻ ബി ട്രാപ്ഡ് ബൈ എ സ്നെയർ. പാഗിസ് എന്ന ഗ്രീക്ക് വാക്ക് സ്നെയർ അല്ലെ ട്രാപ്പ് എന്നർത്ഥമുണ്ട്.
മൃഗങ്ങളെ പിടിക്കുവാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ട്രാപ്പുകളുണ്ട്. ഈയിടെ ഞാൻ വേറെ എന്തോ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ ഒരു ചൈനക്കാരൻ പയ്യൻ കാട്ടുപന്നിയെ പിടിക്കുന്നത് യൂട്യൂബിൽ കണ്ടിരുന്നു. അവന് കുറച്ച് ചോളം ഇങ്ങനെ വിതറി അവസാനം അവൻ്റെ ട്രാപ്പിൽ വരുമ്പോൾ കുറേ കൂടുതൽ ചോളം അവിടെ ഇടും. ഒത്തിരി ചോളം കാണുമ്പോൾ അതിൻ്റെ ആർത്തി പൂണ്ട് ഈ പന്നി എല്ലാ തടസ്സങ്ങളും മൂക്കുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് ചോളം തിന്നാനായിട്ട് നോക്കും. പക്ഷേ അതാണ് അതിൻ്റെ ട്രാപ്പ്. ഒരു മുള വളച്ചു കെട്ടി ആ കയറ് ഇതിൻ്റെ കഴുത്തിൽ കുടുങ്ങിക്കഴിയുമ്പോൾ ഈ മുള തിരിച്ച് അടിക്കുകയും ഇത് തൂങ്ങിച്ചാവുന്ന മനുഷ്യരെ പോലെ ആ കയറിൽ അല്ലെങ്കിൽ വള്ളിയിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യും. ഈ പന്നിയെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ആ ചോളം തിന്നുക എന്നുള്ളതാണ് അതിൻ്റെ വലിയ കാര്യമെങ്കിലും അതിന് അറിയാത്തൊരു കാര്യം അതിൻ്റെ ജീവൻ പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് അത് ഗ്രഹിക്കുന്നില്ല. ഇതുപോലെ കർത്താവ് പറയുന്നു, നിങ്ങൾ ഈ ഭൗതികമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യജീവൻ എന്നുള്ള കാര്യം ചിലപ്പോൾ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ മനുഷ്യപുത്രൻ്റെ വരവ് കള്ളൻ വരുന്നത് പോലെയാണ്. മത്തായി 24:43. നമ്മുടെ വീട്ടിൽ കട്ടെടുക്കാൻ വരുന്ന മനുഷ്യൻ നമ്മളെ നേരത്തെ ഫോണിൽ വിളിച്ച് പറയത്തില്ല, ഞാൻ കൃത്യം 2:30 മണിക്ക് അവിടെ ഹാജരാകും, നിങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിച്ചോ എന്ന് വീട്ടുടമസ്ഥരെ ഒരിക്കലും ഒരു കള്ളൻ വിളിച്ച് പറയാറില്ല. വെസൂവിയസ് അഗ്നിപർവ്വതം കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. AD 79 ഓഗസ്റ്റ് 24 ആ അഗ്നിപർവ്വതം പല പ്രാവശ്യം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എങ്കിലും ഏറ്റവും മാരകമായ അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടൽ അന്നാണ് ഉണ്ടായത്. അതിന് തൊട്ടു മുമ്പുള്ള 3-4 ദിവസങ്ങളിൽ ചെറിയ തരത്തിലുള്ള ട്രമേഴ്സ്, ചെറിയ കുലുക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ താഴെ താമസിച്ചിരുന്ന 2 പട്ടണങ്ങളിലെ മനുഷ്യർ അതിനൊരു വിലയും കൊടുത്തില്ല. ആ 2 പട്ടണങ്ങളാണ് പൊംപെയ്, ഹെർക്കുലാനെയം എന്ന് പറയുന്ന 2 പട്ടണങ്ങൾ. റോമിലെ ധനികർ ഒരു സുഖവാസ കേന്ദ്രമായി വന്ന് താമസിച്ചിരുന്ന 2 പട്ടണങ്ങളാണിത്. അവർ എല്ലാ അധാർമികതയിലും മുഴുകി ജീവിച്ചു എന്നുള്ളത് പിന്നീടുള്ള ഭൂഗർഭ ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലായി. ഞാനും ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. 1900 വർഷത്തിന് ശേഷം ഈ സ്ഥലം വീണ്ടും ഭൂഗർഭ ഗവേഷണം നടത്തുകയും 2 വലിയ പട്ടണങ്ങൾ അവിടെ തെളിഞ്ഞു വരികയും ചെയ്തു. അവിടെയുള്ള പല ചുവർ ചിത്രങ്ങളും കൊച്ചു കുഞ്ഞുങ്ങൾ കാണണ്ട എന്ന് കരുതിക്കൊണ്ട് ഭിത്തിയിൽ നിന്ന് പൊളിച്ച് മാറ്റി വേറൊരു മ്യൂസിയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ആർഭാടത്തിലും അധാർമികതയിലും മുഴുകി ജീവിച്ച ഒരു ജനസഞ്ചയം ഒറ്റ ദിവസം കൊണ്ട് 20,000 പേരിൽ 16,000 പേരും മരിച്ചു. അതിലെ പ്രധാനപ്പെട്ട സംഗതി, ഈ 18 നൂറ്റാണ്ട് കൊണ്ട് അന്ന് മരിച്ചവരുടെ ദേഹത്ത് മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് പോലെ അന്ന് അവർ കിടന്ന അതേ രൂപത്തിൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഒരു കാര്യം, എല്ലാ മനുഷ്യരും വാ പൊളിച്ച് ആണ് ഇരിക്കുന്നത്.
എന്ന് പറഞ്ഞപ്പോൾ ഈ അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടലിൻ്റെ തെർമൽ പവർ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ബോംബുകളുടെ 1,00,000 ഇരട്ടി തെർമൽ പവറാണ് ഈ ഒറ്റ വോൾക്കാനിക് ഇറപ്ഷൻ വഴിയായിട്ടുണ്ടായത്. ഭൂമിക്ക് മുകളിൽ 33 കിലോമീറ്റർ മുകളിലേക്ക് ഇതിൻ്റെ പൊട്ടലിൻ്റെ ആഘാതത്തിൽ കല്ലും മണ്ണും ചെളിയും പുകയും വിഷവാതകവും പൊങ്ങി അത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കയറുന്ന സമയത്ത് അവിടെ -150 കൂടുതൽ തണുപ്പാണ്. അതവിടെ നിന്ന് തണുത്ത് മഴ പോലെ അല്ലെ മഞ്ഞ് പോലെ ഈ പട്ടണങ്ങളിൽ പെയ്തിറങ്ങുകയാണ് ചെയ്തത്. 3-4 ദിവസം ട്രമേഴ്സ് ഉണ്ടായിട്ട് ഓടി അകലാൻ അവർക്ക് സമയമുണ്ടായിട്ട് 16,000 പേരെന്തുകൊണ്ട് ഓടിപ്പോയില്ല? അവർ ഈ വാർണിങ്സ്, പ്രകൃതി തന്നെ നൽകുന്ന ഈ വാർണിങ്സ് അവർ കണക്കിലെടുത്തില്ല. കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ മുൻകൂറായിട്ട് മനസ്സിലാക്കണം. പലസ്തീനയിൽ 1 വർഷം ജീവിച്ച ആളെന്നുള്ള നിലയിൽ അവിടുത്തെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി നല്ല തണുപ്പ് കാലം. ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആരംഭത്തിൽ മരങ്ങളെല്ലാം തളർത്തു തുടങ്ങും. പിന്നീട് വളരെ കട്ടിയായിട്ടുള്ള വേനൽക്കാലമാണ്. അപ്പോൾ ഈ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസം ആരംഭത്തിൽ അത്തിമരം തളിർക്കുമ്പോൾ വേനൽക്കാലം വരുന്നു എന്ന് നിങ്ങൾ പറയും. കർത്താവ് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ പ്രകൃതിയുടെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ മനുഷ്യപുത്രൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? കാരണം അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യം. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. അതുകൊണ്ട് ഈ ഹൃദയത്തിൽ തണുപ്പ് ബാധിച്ചിരിക്കുന്നു, അന്ധത ബാധിച്ചിരിക്കുന്നു. അത് കാരണത്താൽ അവർക്ക് ഈ അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കർത്താവ് വീണ്ടും പറയുന്നു, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എന്നാണ്. പിനിയോ എന്ന് പറഞ്ഞാൽ ഉറക്കം. പുറത്ത് ഉറങ്ങുക, കട്ടിലെ കിടന്നുറങ്ങിയാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. പക്ഷേ ആടുമാടുകൾക്ക് കാവലിരിക്കുന്നവർ പുറത്താണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനദിവസത്തിൽ വായിക്കുന്ന സുവിശേഷത്തിൽ ആട്ടിടയന്മാർ പുറത്ത് ജാഗരിച്ചുകൊണ്ടിരുന്നു. കാരണം അവർക്ക് നന്നായിട്ട് ഉറക്കം വരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണു തുറന്ന് ആടിനെ ശ്രദ്ധിക്കും, കള്ളന്മാരോ ചെന്നായോ വന്ന് പിടിക്കാതിരിക്കാൻ. അതുകൊണ്ട് ബി വാച്ച്ഫുൾ ആൻഡ് പ്രയർഫുൾ എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ഈ കോവിഡ് മഹാമാരി ആരംഭിച്ച ശേഷം ലോകത്തിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് ഇന്ന് രാവിലെ ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കി. ഒഫീഷ്യലായിട്ടുള്ള കണക്ക് വെച്ച് 45,92,934 പേര് ലോകത്താകമാനം മരിച്ചു. നമ്മുടെ ഇന്ത്യയിൽ മാത്രം 41 ലക്ഷം പേര് മരിച്ചു. കേരളത്തിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 22,000 പേരാണ് മരിച്ചത്. നമുക്കറിയാം, യാഥാർത്ഥ്യം ഇതൊന്നും അല്ല, അതിലൊക്കെ വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാം. കാരണം ഈ ഫിഗേഴ്സൊക്കെ കുറച്ച് പൊളിറ്റിക്കൽ കൂടിയാണ്.
അപ്പോൾ ഏതാണ്ട് 1/2 കോടി മനുഷ്യർ ഈ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷരായി. ഇവരാരും ഈ കാലത്ത് ഇല്ല ഈ സമയത്ത് മരിക്കുമെന്ന് അവരാരും വിചാരിച്ചതല്ല. നമ്മുടെ ഒരു സുറിയാനി പിതാവ് ജേക്കബ് ഓഫ് സാറൂഖ് എന്ന് പറയുന്ന പിതാവിൻ്റേതാണ് നമ്മുടെ ആരാധനക്രമത്തിലെ എല്ലാ ബോവുസകളും. യാക്കോബിൻ്റെ ബോവുസ നമ്മുടെ നമസ്കാരങ്ങളിലെല്ലാം ഉണ്ട്. വ്യാഴാഴ്ച ശീമ നമസ്കാരത്തിലെ 2ാം ഭാഗത്തിലെ പ്രഭാത നമസ്കാരത്തിൻ്റെ ബോവുസായിൽ ഈ പിതാവ് പാടുന്നു: മരണം, വിധി, നരകം എന്നീ 3 സത്യങ്ങൾ കർത്താവെ എന്നിൽ ഭയമുളവാക്കും. മരണം, വിധി, നരകം എന്ന ഈ 3 സത്യങ്ങൾ എന്നിൽ ഭയമുളവാക്കും. അതിപരിശുദ്ധനായിരുന്ന സറൂഖിലെ മാർ യാക്കോബിന് മരണവും വിധിയും നരകവും ഹൃദയത്തിൽ ഭീതി ഉളവാക്കിയെങ്കിൽ പാപികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു രക്ഷാകരമായ ഭയം, പട്ടിയെയും പാമ്പിനെയും ഭയക്കുന്ന പോലെ അല്ല നമ്മൾ ദൈവത്തെ ഭയക്കുന്നത്. ആ ഭയത്തിൻ്റെ പേര് രക്ഷാകരമായ ഭയം എന്നാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. റോമർ 14:12. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നതിൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. 1 പത്രോസ് 4:5. ഈ വേദഭാഗങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കണക്ക് അത് ന്യായാധിപൻ്റെ മുമ്പിൽ നമ്മൾ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ജാഗ്രത, വിജിലൻസ്, നമ്മളെ പരിശുദ്ധിയിൽ വളരാനായിട്ട് സഹായിക്കും. അത് പരിശുദ്ധമായ ഒരു മനസ്സാക്ഷി സൂക്ഷിക്കാൻ കർത്താവ് നമ്മളെ പ്രേരിപ്പിക്കും. വാച്ച് ആൻഡ് പ്രേ ലെസ്റ്റ് യു എൻറ്റർ ഇൻടു ടെംപ്റ്റേഷൻ. ഗെത്സമനിയിൽ കർത്താവ് സ്ലീഹന്മാരോട് പറഞ്ഞതാണ്, വാച്ച് ആൻഡ് പ്രേ ലെസ്റ്റ് യു എൻറ്റർ ഇൻടു ടെംപ്റ്റേഷൻ. സ്പിരിറ്റ് ഇൻഡീഡ് ഈസ് വില്ലിംഗ് ബട്ട് ഫ്ലെഷ് ഈസ് വീക്ക്. ആത്മാവ് സന്നദ്ധമാണ്, എങ്കിലും ശരീരം ബലഹീനമാണ്. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കറിയാം എന്ത് സംഭവിച്ചു. ഗെത്സമനിൽ എല്ലാവരും ഉറക്കം തൂങ്ങി. കർത്താവിൻ്റെ പങ്കപ്പാടുകൾ രക്തം വിയർക്കുന്നത് അവർക്ക് അധികം പേർക്ക് കാണാൻ പറ്റിയില്ല, കാരണം നല്ല ഉറക്കമായിരുന്നു. കർത്താവിനെ പട്ടാളക്കാർ ബന്ധിക്കുമ്പോൾ എല്ലാവരും ഓടിപ്പോയി എന്നാണ് നാം വായിക്കുക. ഈ 3 വർഷം കൂടെ നടന്നവർ, കർത്താവിനോട് വിശ്വസ്തത പാലിക്കാമെന്ന് പറഞ്ഞവർ, ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ പത്രോസ്, എല്ലാവരും ഓടിപ്പോയി എന്ന് നാം വായിക്കും. അതിനാൽ ഫ്ലഷ് ഈസ് വീക്ക്. നമ്മൾ ഈ കുറിപ്പിൻ്റെ ഉറപ്പൊക്കെ പറയുമെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ നമ്മൾ ബലഹീനരാണ്. അതുകൊണ്ടാണ് നമ്മൾ ജാഗരൂകതയോടെ പ്രാർത്ഥിക്കേണ്ടത്. നിൽക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ. ദാവീദ് രാജാവിനെ ദൈവവചനം വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്നാണ്. ദാവീദിന് എന്ത് സംഭവിച്ചു നമുക്കറിയാം. സോളമനെ വിളിക്കുന്നത് മനുഷ്യകുലത്തിലെ മനുഷ്യരുടെ ഇടയിലെ ഏറ്റവും വലിയ ജ്ഞാനി എന്നാണ്. സോളമൻ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. മോശ ദൈവത്തോട് മുഖാഭിമുഖം ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ചവനാണ്. പക്ഷേ കാനാൻ നാട്ടിൽ കാലുകുത്താൻ ദൈവം അവനെ അനുവദിച്ചില്ല. ഒരു ബലഹീനത കാരണം. സ്വല്പനേരം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം തനിക്ക് വേണ്ടി തന്നെ എടുത്തതിനാൽ മോശയോട് ദൈവം പറഞ്ഞു, നീ ഇക്കരെ നിന്നൊന്ന് കണ്ടേച്ചാൽ മതി,
നീ മരിക്കാനുള്ള സമയമായി എന്ന്. ആര് നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറത്തില്ല എന്ന് പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം, 2-ാം പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ കർത്താവിനെ ആണയിട്ട് ഉപേക്ഷിച്ചു. അതിനാൽ 2 കാരണങ്ങളുണ്ട്. വി ഹാവ് എ ട്രച്ചറസ് ഹാർട്ട്, ഒരു വഞ്ചനാപരമായ ഒരു ഹൃദയമാണ് നമുക്കുള്ളത്. 2, പിശാച് മറുഭാഗത്തേക്ക് നമ്മളെ ശക്തിയായി വലിക്കുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കും. 1 പത്രോസ് 5:8. അതിനാൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ് നമ്മൾ ആരാധനക്രമപരമായി അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ആം ഐ റെഡി? കർത്താവ് വരുമ്പോൾ അവിടുത്തെ തിരുസന്നിധിയിൽ മുഖപ്രസന്നതയോടെ നിൽക്കാൻ തക്കവണ്ണമുള്ള ആത്മധൈര്യം എനിക്കുണ്ടോ? നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ തിരുശരീരവും തിരുരക്തവും പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ, ജനത്തിൻ്റെ നേരെ എഴുന്നള്ളിക്കുമ്പോൾ പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ, അദൃശ്യമായി നിൻ്റെ വലതു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിൻ്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന ആരാധകരുടെ ഈ സമൂഹത്തെ വാഴ്ത്തണമേ. അതുകൊണ്ട് മുഖപ്രസന്നതയോടെ ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കുക, അത് നമ്മുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. കാരണം കുറ്റബോധമുള്ളവൻ ഒരിക്കലും മുഖപ്രസന്നതയോടെ ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അവന് ലജ്ജിച്ച് മുഖം താഴ്ത്തിയാണ് നിൽക്കുക. അതിനാൽ പ്രസന്നമായ മുഖത്തോടെ ആത്മധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ തക്കവണ്ണം നമ്മൾ അനുദിനം സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.